പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രമേൽ ഫലസ്തീൻ അനുകൂലമായ ഒരു കരാർ ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രസിഡന്റുമാരും ഏകപക്ഷീയമായി ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നിലപാടുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഫലസ്തീൻ അനുകൂലമായ ചില മാറ്റങ്ങൾ അമേരിക്കയിൽ നിന്നുണ്ടാകുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ചും സ്ട്രിക്റ്റായിട്ട് അധികാരമേറ്റെടുക്കുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശമായിരുന്നു. നെതന്യാഹുവിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഈ കരാർ ഒപ്പിടുവിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക കൂടുതൽ ഫലസ്തീൻ അനുകൂലമായ അല്ലെങ്കിൽ സമദൂരമായ ഇസ്രായേലിനെയും ഫലസ്തീനെയും ഒരുപോലെ കാണുന്ന സംഭവവികാസങ്ങളിലേക്ക് അമേരിക്ക കടന്നു പോകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കാരണം അമേരിക്ക എപ്പോഴും ഇസ്രായേലിനൊപ്പമായിരിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞിരുന്നത് ഇസ്രായേലി ലോബി അമേരിക്കയിൽ അഥവാ ജൂത ലോബിയാണ്. അവരാണ് മിക്കപ്പോഴും അമേരിക്കയിൽ വ്യവസായങ്ങൾ നിയന്ത്രിക്കുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ അമേരിക്കയുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ വ്യാവസായികമായ എല്ലാത്തിൻ്റെയും ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മേധാവികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ നടത്തുന്നതൊക്കെ ജൂതന്മാരാണ്. അപ്പോൾ ജൂത ലോബികളുടെ നിയന്ത്രണത്തിലുള്ള അമേരിക്ക പൂർണ്ണമായും ഇസ്രായേലിന് വിധേയമായിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്ന രീതിയിൽ അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോകക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അമേരിക്കയെ ഇസ്രായേലിന് അനുകൂലമല്ലാതെ പ്രത്യേകിച്ചും അറബ് ജനതയ്ക്കൊപ്പം നിൽക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതെന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അറബ് രാജ്യങ്ങൾ നേടിയ സാമ്പത്തിക പുരോഗതിയാണ് ഈ 10-25 വർഷങ്ങൾക്കുള്ളിൽ എന്നത് യാഥാർത്ഥ്യമാണ്. ലോകസമ്പത്തിൻ്റെ 35% നിയന്ത്രിക്കുവാൻ കഴിയുന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ സാമ്പത്തിക പുരോഗതി നേടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ഈ മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾക്ക് അത്തരം രാജ്യങ്ങളുടെ ചൊറിച്ചിൽ കൂടുന്നത്. ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ 35% നിയന്ത്രിക്കുവാൻ പറ്റുന്ന രീതിയിൽ അത്തരം രാജ്യങ്ങൾ ഉയർന്നു വന്നതോടുകൂടി അമേരിക്കയിൽ ആ രാജ്യങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ തോത് വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാം. അതൊരു പക്ഷേ അമേരിക്കയിലെ ജൂത ലോബിയെയും കവർ ചെയ്യുന്ന അവരെയും തോൽപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ആ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നു എന്നതാണ്. ഏകപക്ഷീയമായി ഇസ്രായേലിന് അനുകൂലമായ തീരുമാനമെടുത്താൽ അത്തരം രാജ്യങ്ങളിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്. അദ്ദേഹം സ്വന്തം രാജ്യത്തിൻ്റെ വികസനമാണ് ലക്ഷ്യമാക്കുന്നത്, മറ്റെന്തിനേക്കാളും ഇസ്രായേലിനോടുള്ള വിധേയത്വത്തെക്കാളും. അപ്പോൾ അദ്ദേഹം ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്ന രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സന്ദർഭം മുതലാക്കി റഷ്യയും ചൈനയുമൊക്കെ കൂടുതൽ അടുക്കുന്ന സമയമാണ്. അറബ് രാജ്യങ്ങളോട് കൂടുതൽ സൗഹൃദപരമായ സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു, നയതന്ത്ര പ്രതിനിധികളുടെ വിസിറ്റ് ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ അമേരിക്ക ഭയപ്പാടോട് നോക്കിയാണ് ഇത്തരം രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിലേക്കും റഷ്യയിലേക്കും വഴിമാറിപ്പോകുമോ എന്നൊരു ഭയം അമേരിക്കയ്ക്കുണ്ടാകുന്നു. അതാണ് കൂടുതൽ ഫലസ്തീൻ അനുകൂല അറബ് അനുകൂല നയങ്ങളിലേക്ക് അമേരിക്ക നടന്നെടുക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, സമാന്തരമായി തന്നെ ഇറാൻ്റെയും ഒരു സൈനിക വികസനം ഉണ്ടാകുന്നു എന്നാണ്. സൈനിക രംഗത്ത് മിസൈലുകളായാലും അതുപോലെ ഡ്രോണുകളായാലും ഒക്കെ വികസിപ്പിച്ചെടുക്കുവാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ അവരുടെ പതിറ്റാണ്ട് കാലത്തെ ഉപരോധത്തെ അതിജീവിച്ച് സൈനികമായി വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതും ആ മേഖലയിലെ സൈനിക സന്തുലനത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതും അമേരിക്കയ്ക്ക് ഇസ്രായേൽ അനുകൂല നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുവാനോ ഒന്നുകിൽ സമദൂരം ഇസ്രായേലും ഫലസ്തീനും ഒന്നുപോലെ ഇനി അമേരിക്ക പരിഗണിക്കുന്ന ലോകക്രമത്തിലേക്കാണ് നടന്നു പോകുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇനി ഗസ തകർന്നടിഞ്ഞ ഗസയാണ്. നേരത്തെ ഗസയെ പറഞ്ഞിരുന്നത് ഒരു അടഞ്ഞ ജയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അടഞ്ഞ നരകം തന്നെയായി മാറിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. 19 ലക്ഷം ആളുകൾ ഭവനരഹിതരായിരിക്കുന്നു. ഭക്ഷണങ്ങൾ
ഇല്ലാതെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ചും അടുത്തുള്ള അറബ് രാജ്യങ്ങളുടെ നല്ല സഹായം വേണ്ടി വരും. സാമ്പത്തികമായി മിക്കപ്പോഴും ഗസ തകർന്നടിയുമ്പോൾ സഹായിക്കുന്നത് അത്തരം രാജ്യങ്ങളാണ്. പ്രാഥമിക സൗകര്യങ്ങൾ എല്ലാം തകർന്നു കഴിഞ്ഞു. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ആതുരാലയങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു. അതൊക്കെ പുനർനിർമ്മിക്കണം. 19 ലക്ഷം ആളുകളെ, അത് പാർപ്പിടരഹിതരായ ആളുകളെ പുനരധിവസിപ്പിക്കണം. പരിക്കേറ്റ ഒരുപാട് ആളുകൾ അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ നടപ്പിലാക്കണം. പരിക്കേറ്റ ഒരുപാട് ആളുകളെ അടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെലുത്തുന്നുണ്ട്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിർമ്മിച്ച് ഗസയെ പുതിയ രീതിയിലാക്കണമെങ്കിൽ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. എന്തായാലും ഗസയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗസയും അതുപോലെ ഇസ്രായേലും പരസ്പരം സഹകരിച്ച് രണ്ടും പരസ്പരം സ്വതന്ത്ര രാജ്യങ്ങളായി അംഗീകരിച്ച് ഒരു പുലരി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകം സമാധാനത്തോടെ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം ഇടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.